ഇവരുടെ ഈ ആശയങ്ങളെല്ലാം പൊളിഞ്ഞതല്ലേ കണ്ടത്? എന്തായിരുന്നു GST കൊണ്ടുവന്നപ്പോ പറഞ്ഞത്? വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ്. ഒരു രാജ്യം ഒറ്റ നികുതി ഇല്ലേ? ഒന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ GST ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഒന്നിലേക്ക് എന്നുള്ള പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം ഒരു നികുതി എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമന്റെ മുൻപിൽ ചെന്നൈയിൽ വെച്ചിട്ട് ഒരു വ്യവസായി പറഞ്ഞില്ലേ, ബ്രെഡ് മേടിച്ചാൽ ഒരു നികുതി, ബ്രെഡിൽ ബട്ടർ കഴിച്ചാൽ വേറൊരു നികുതി. 100% ഞാൻ യോജിക്കുന്നു. ഇല്ലേ? ഇതല്ലേ അവസ്ഥ? ഈ രാജ്യത്ത് ഒരു നികുതി എന്നുള്ളത് നടപ്പിലാക്കാൻ ഇവർക്ക് സാധിച്ചോ? പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ഒരു സ്ഥാപനത്തിൽ തന്നെ 4ഉം 5ഉം സ്ലാബിലുള്ള നികുതിയാണ്. ആകെ നാറിയിരിക്കില്ലേ പിന്നെന്തോ. ഇത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് ഒരിക്കലും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാക്കളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട് വളരെ വ്യക്തമായി തന്നെ വന്നിരിക്കുന്നു. ഉല്ലാസ് ബാബു, വരും ദിവസങ്ങളിലും നമുക്ക് എന്തായാലും ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ കണക്കുകൾ തൽക്കാലം നിങ്ങൾക്കൊപ്പം ഇല്ല ഉല്ലാസ് ബാബു. എന്താ ഉറക്കം വരുന്നു? 3-2 ഭൂരിപക്ഷം വേണമെങ്കിൽ നിങ്ങൾക്ക് സഭയിൽ വേണ്ടത്ര ഭൂരിപക്ഷമില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോഴും നിങ്ങൾക്ക് ആകെയുള്ളത് ഈ 293 അംഗസംഖ്യ മാത്രമാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാന്നേ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ, ഞാനൊരു ഐഡിയ 324 സീറ്റെങ്കിലും നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾക്ക് ലഭ്യമല്ലാത്തിടത്തോളം കാലം നിങ്ങൾക്കത് സ്വപ്നം കാണാനേ കഴിയൂ. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. രാജ്യസഭയിലും നിങ്ങൾക്ക് 3-2 ഭൂരിപക്ഷമില്ല. അതാണ് വാസ്തവം. ഉല്ലാസ് ബാബു, ഇന്നത്തെ ദിവസം എഴുതി വെച്ചോ. BJP ആ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് വിജയിപ്പിച്ചു കൊണ്ടുവരും. ഒരു സംശയവും വേണ്ട. അതെ. അയ്യോ, തൃപ്തിയായി. അയ്യോ, ഇത്രയും കാലം അലഞ്ഞു തിരിഞ്ഞ് നടന്നെങ്കിലും അതിനൊരു പരിസമാപ്തി ദൈവം. ഒരു കോൺഗ്രസ് എതിർത്തിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. കൃത്യമായി ഇന്ത്യൻ പാർലമെന്റിൽ വിജയിച്ചു പോരും, സംസ്ഥാനങ്ങളിൽ അത് വിജയിച്ചു പോരും. നമുക്ക് നോക്കാം. ചേട്ട സമയത്ത് എത്തിയില്ലായിരുന്നു. അതിലൊന്നൊരു കാര്യമില്ലടോ. ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. ചർച്ച ചെയ്യാലോ, സമയമുണ്ടല്ലോ, ദിവസങ്ങളുണ്ടല്ലോ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.